കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം ജനൻ ടിവിക്ക്. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ വിവരങ്ങൾ നൽകാനായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവം ഇത് ആദ്യത്തേതല്ല. സീനിയർ ജൂനിയറും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക, അവരെ റാഗിങ്ങിന് ഇരയാക്കി സീനിയർ വിദ്യാർത്ഥികൾ വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭ്യമായിരിക്കുന്നത്. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷനും ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ അനഘ. അഞ്ജന, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഈ ഗ്രൂപ്പിൽ അവർ ആഡ് ചെയ്യുന്നു, അതായത് ഈ സ്കൂളുകളിലേക്ക് പുതുതായി വന്നിരിക്കുന്ന +1 വിദ്യാർത്ഥികളെ ഈ ഗ്രൂപ്പിലേക്ക് ഇവർ തന്നെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവരുടെ സീനിയർ വിദ്യാർത്ഥികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത വിദ്യാർത്ഥികളെ ഇവർ ആ ഗ്രൂപ്പിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് കൃത്യമായി തങ്ങൾ പറഞ്ഞിരിക്കുന്ന, അതായത് സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഈ ജൂനിയർ വിദ്യാർത്ഥികൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം തല്ലി തീർക്കാം എന്നൊരു ഭീഷണി കൂടിയാണ് ആ സന്ദേശത്തിൽ അയച്ചിരിക്കുന്നത്. ഈ ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് നിലവിൽ ഈ റാഗിങ്ങിന് ഇരയായിട്ടുള്ള ഈ വിദ്യാർത്ഥിക്കാണ്. ഈ വിദ്യാർത്ഥിയോട് സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, അതായത് നേരത്തെ തന്നെ ഈ സ്കൂളിൽ വെച്ച് ഈ ജൂനിയർ വിദ്യാർത്ഥിയും ഇപ്പോൾ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥിയും സീനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾക്ക് ഈ ജൂനിയർ വിദ്യാർത്ഥിയായിട്ടുള്ള ഇപ്പോൾ റാഗിങ്ങിന് ഇരയായിട്ടുള്ള വിദ്യാർത്ഥിയോട് വലിയ രീതിയിലുള്ള പകയും ദേഷ്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്നത്. അതായത് നീ കോളേജിലേക്ക് വന്നാൽ തല്ലി തീർക്കും എന്നാണ് ആ ഭീഷണി സന്ദേശത്തിൽ, തല്ലും എന്നാണ് ആ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ ഈ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് അവരെ ഒരു രീതിയിലും പ്രകോപിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ റാഗിങ്ങിന് ഇരയായ ജൂനിയർ വിദ്യാർത്ഥി ആ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ അവർക്ക് മറുപടി നൽകുന്നത്. പക്ഷേ കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരം റാഗിംഗ് പരാതികളിലൊക്കെ തന്നെ പോലീസ് അന്വേഷണം പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ റാഗിംഗ് ഇരയായി കൊല്ലപ്പെട്ട ഷഹബാസിലടക്കം അത്തരത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ സജീവമായി എങ്ങനെയാണ് ഏത് രീതിയിലാണ് ആക്രമിക്കേണ്ടത് എന്നടക്കമുള്ള ചർച്ചകളൊക്കെ സജീവമായി നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സംഭവം, ഈ അത്തോളിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ടായിരിക്കുന്ന ഈ റാഗിംഗ് പരാതിയിലും അതേ സംഭവം തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. അതായത് സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജൂനിയർ വിദ്യാർത്ഥികൾ ഒരു ഘട്ടത്തിൽ പോലും ഇത് രക്ഷിതാക്കളോട് പറയുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റാഗിങ്ങിനിരയായ ഈ വിദ്യാർത്ഥി പോലും തനിക്ക് ഇത്രയധികം മർദ്ദനം ഏറ്റിട്ട് പോലും ഈ വീട്ടിലെത്തിയതിനു ശേഷം മാതാപിതാക്കളോട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ വിവരം മാതാപിതാക്കളോട് പറഞ്ഞത്. അതും ശാരീരികമായി ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ മാതാപിതാക്കൾ കാര്യം അന്വേഷിച്ചപ്പോൾ മാത്രമാണ് ഈ വിവരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ജൂനിയർ വിദ്യാർത്ഥികൾ സ്കൂളിലേക്കൊക്കെ തന്നെ വരുന്ന ഈ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ കൊണ്ട് മറ്റു പലതും ചെയ്യിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും പല സ്കൂളുകളിലും നടക്കുന്നത്. അതിൽ ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരിക്കുന്ന ഈ റാഗിംഗ് പരാതിയിൽ നിലവിൽ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റാഗിങ്ങിനിരയായ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം പറയുന്നത് ഈ റാഗിങ്ങിൽ മറ്റ് വിദ്യാർത്ഥികൾ കൂടിയുണ്ട്, അവർക്ക് കൂടി സസ്പെൻഷൻ നൽകണം, അവർക്കെതിരെ കൂടി കൃത്യമായ നടപടി സ്കൂൾ അധികൃതർ എടുക്കണമെന്നാണ്. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ സസ്പെൻഷനായിട്ടുള്ള ഈ 5 വിദ്യാർത്ഥികളുടെ ഫോൺ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവരെ വാട്സപ്പ് ചാറ്റ്, ഇൻസ്റ്റഗ്രാം ചാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിച്ച് ഒരു റിപ്പോർട്ടും തയ്യാറാക്കി വരുന്നുണ്ട്. എന്തായാലും ഈ റാഗിംഗ് പരാതിയിൽ വിശദമായ ഒരു അന്വേഷണമാണ് അത്തോളി പോലീസ് നടക്കുന്നത്. എന്തായാലും നടക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വെറും ഒരു +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനും ഒരു വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിലൂടെ ജൂനിയർ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ കലാലയങ്ങളിൽ നടക്കുന്നത് എന്ന് കൂടിയാണ് പറയാതിരിക്കാൻ കഴിയില്ല. അഞ്ജന. ശരി, എന്നാലും കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം, റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ വാട്സപ്പിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഇവർ ബലമായി പിടിച്ചുകൊണ്ട് വന്ന 5-8 ആൾക്കാർ. അങ്ങനെ അവിടെ അതിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ഇടിഞ്ഞ വഴിയുണ്ട്.
പിടിഞ്ഞ വൈകി കൊണ്ടുവന്നിട്ട് ഇവര് ആണ് കൈകാര്യം ചെയ്തത്. അപ്പുറം ഇപ്പുറം ആൾക്കാർ കുട്ടികൾ നിർത്തിയാന്നില്ല, അങ്ങോട്ടാരും കടക്കാൻ പറ്റാണ്ടാക്കി എന്നിട്ടാണ് മർദ്ദിക്കുന്നത്. അങ്ങനെ പിന്നെ വീണ് അടിച്ച് വരും വീണ് വയ്ക്കുക. അവിടുന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പൊ തീരെ വയ്യ ചെറിയാണ്. ഇത് മാത്രല്ല, ഇവര് നേരത്തെ ഇങ്ങനത്തെ ഒരു കേടി ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലേ. ഇവരെ ഫീൽഡ് വയോഗ ഡാറ്റ ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇടുന്ന അങ്ങനെ ഇപ്പൊ ഒരു ഇതിൽപ്പെട്ട ടീമിൽപ്പെട്ട ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തോ പൈസ കൊടുത്ത് മധ്യസ്ഥായി തീർന്നാന്ന് പോലും. അതാണ് ഇതിന്റെ ആവർത്തിക്കാൻ പറ്റും. എന്റെ ചെറിയവൻ ഇങ്ങനെ കഴിച്ചില്ലായി ജീവൻ രക്ഷപ്പെട്ട് സമാധാനിക്കുക. ഇനിയിപ്പം വേറെ കുട്ടിക്ക് വരാൻ പാടില്ല ആ രൂപത്തിൽ തന്നെ. നമുക്ക് ഇതിൽ കോംപ്രമൈസ് ഒന്നുമില്ല.